ദേവന്മാരുടെ ദേവനാണ് പരമശിവൻ. ശിവന്റെ ജടാമൗലിയിൽ ചന്ദ്രദേവൻ വിരാജിക്കുന്നു. അതിനാൽ ശിവൻ ചന്ദ്രമൗലി, കലാധരൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. പരമശിവന്റെ ശരീരത്തിൽ ശവഭസ്മം ലേപനം ചെയ്തിരിക്കുന്നു. മനുഷ്യരാരും മൃത്യു എന്ന സത്യത്തിൽ നിന്ന് മോചിതരല്ല എന്നും എന്നാൽ ശിവം അനശ്വരമാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. പാലാഴി മദന സമയത്ത് വാസുകിയുടെ വായിൽ നിന്നും കാളകൂടം എന്ന മാരക വിഷം പുറത്തേക്ക് വന്നു. 3 ലോകത്തെയും സംഹരിക്കാൻ ശക്തിയുള്ള വിഷമായിരുന്നു കാളകൂടം. മൃത്യുഞ്ജയനായ പരമശിവൻ കാളകൂട വിഷം പാനം ചെയ്തു. വിഷം പാനം ചെയ്തതോടെ ഭഗവാന്റെ കഴുത്ത് നീല നിറമായി. അന്നു മുതൽ ശിവൻ നീലകണ്ഠൻ എന്നറിയപ്പെടാൻ തുടങ്ങി. മഹാദേവന്റെ കഴുത്തിൽ കാണുന്ന നാഗമാണ് വാസുകി. ശിവന്റെ സവിശേഷമായ ആയുധമാണ് തൃശൂലം. സദ്ഗുണം, തമോ ഗുണം, രജോ ഗുണം എന്നീ ത്രിഗുണങ്ങളെയാണ് തൃശൂലം പ്രതീകവൽക്കരിക്കുന്നത്. പരമാധികാരത്തിന്റെ ചിഹ്നമായും തൃശൂലത്തെ കണക്കാക്കുന്നു. ശിവന്റെ ഇടതുകൈയിൽ കാണുന്ന ഡമരു ശബ്ദബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. ഡമരുനാദത്തിൽ നിന്നാണ് സംസ്കൃത ഭാഷ ഉത്ഭവിച്ചത് എന്നും വിശ്വസിക്കുന്നു. പരമശിവന്റെ വാഹനമാണ് നന്ദികേശൻ.